31 വയസ്സുള്ള ഒരു യുവതിക്ക് 9 വിരലുകളാണ് നഷ്ടപ്പെട്ടത്. 4.5 വയസ്സുള്ള കുഞ്ഞടക്കം ഇതിന്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ ജോലി ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിപ്പോസെക്ഷൻ അടക്കമുള്ള പല പുതിയ കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ രൂപം മാറ്റുന്നതിനും അല്ലെങ്കിൽ കൊഴുപ്പ് നീക്കുന്നതിനടക്കമുള്ള സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ധാരാളം. ഈ ഒരു വീഡിയോയുടെ സമയത്ത് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകും, ഡയറ്റ് എടുക്കും, വർക്കൗട്ട് ചെയ്യും, എന്നിട്ടൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല. എന്നിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന നിലയിലാണ് നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ കാരണം? സ്വയമേയുള്ള അപകർഷതാബോധം. തടിച്ചിട്ടാണ്, കറുത്തിട്ടാണ്, മെലിഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള അപകർഷതാബോധം. നമ്മുടെ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ കണ്ണുറക്കുന്നത്, നമ്മൾ ചെവി കൂർപ്പിക്കുമ്പോൾ കേൾക്കുന്നത് അയ്യോ അവൾ തടിച്ചിട്ടാണല്ലോ, അവൻ കറുത്തിട്ടാണല്ലോ. ആ ഒരു കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, ജിമ്മിൽ പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഫുഡ് ലവേഴ്സാണ്. ഭക്ഷണത്തെ ഒത്തിരി സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ്. ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മളെ കൊണ്ട് പറ്റില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഹാപ്പിനെസ് നിങ്ങൾ മാറ്റി വെക്കാനുള്ളതല്ല നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചെവിയും കണ്ണും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നിങ്ങൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ തടിച്ചിട്ടാണോ എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അല്ലെങ്കിൽ സ്വയമേ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ ലവേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങൾ ഏതറിയാം നിങ്ങൾക്ക്? ഒന്നില്ലെങ്കിൽ കഫേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം നമുക്ക് പ്രണയം, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് സിഗ്നൽ, ഹാപ്പി ഹോർമോൺ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. നിങ്ങൾ ഭക്ഷണത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ ഡയറ്റ് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും നടക്കില്ല. എന്നോട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. എന്നോട് സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചത് വയറ് നിറയെ ഭക്ഷണം തന്നിട്ടാണ്. വയറ് നിറയെ ഭക്ഷണം തന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വയറ് അറിഞ്ഞ് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഓൾറെഡി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ടേസ്റ്റ് വേണമെന്നൊന്നുമില്ല, പക്ഷെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫിറ്റ്നസ്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പോകുന്ന ഡയറ്റ് എടുക്കുന്നത്. കാരണം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാം. എനിക്ക് വയറ് നിറഞ്ഞില്ല എനിക്ക് സ്ട്രെസ് വരും, മൂഡ് സ്വിങ്സ് വരും, ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം അതുപോലെയല്ല നിങ്ങൾ ചിലപ്പം കേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് വേറെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കരുത്. ഒരിക്കലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓ ശരിയാണ്, എനിക്ക് എൻ്റെ ശരീരം നോക്കണം, എനിക്ക് വേണ്ടി ഞാൻ അത് ചെയ്യണം എന്ന് പറയുന്ന പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങളുടെ സന്തോഷം പോവും, നിങ്ങൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. ടു ലവ് യുവർ സെൽഫ്. 26 കൊല്ലമായി ഞാൻ ഈ ഫിറ്റ്നസ് ഫീൽഡിൽ, 16 കൊല്ലമായി ട്രെയിനറായിട്ട്. ഞാൻ 1000 ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ട്രെയിൻ ചെയ്ത് എത്ര ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ട്, ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പം ഈ വിരലെണ്ണാവുന്ന താഴത്ത് മാത്രം ഉണ്ടാകും. ഈ ഫിറ്റ്നസ് ജിം എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയും ചെയ്യുന്ന ഒരു കാര്യം. അത് എല്ലാവർക്കും ചെയ്തോളണമെന്നൊന്നും പറ്റിക്കണമെന്നില്ല. അവരിപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അവർ സന്തോഷത്തോടെ പോകുന്നുണ്ടോ? എന്നോട് ആരെങ്കിലും ചോദിക്കും ഈ ട്രീറ്റ്മെൻറ്റ് നല്ലതാണോ, നമുക്ക് ഇങ്ങനെ സർജറി ഒക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ലാസ്റ്റ് മിനിറ്റ് 10-20 ദിവസമുള്ളപ്പോൾ, ഒരു മാസം മുമ്പുള്ള വന്നപ്പോൾ എന്നോട് എനിക്ക് കുറയ്ക്കണം, എൻ്റെ കല്യാണമാണ്, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മെജിഷ്യനൊന്നുമല്ല. നിങ്ങൾക്ക് ലാസ്റ്റ് പോകും വഴി എന്നുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ 2-3 ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയപ്പെടുന്ന ഡോക്ടറാണ്, എനിക്കറിയുന്ന ഡോക്ടറാണ്. കേരളത്തിൽ ഇന്ത്യ തന്നെ നമ്പർ 1 ഡോക്ടർമാരാണ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി നമ്മൾ ഏത് ഡോക്ടറെ അടുത്താണ് പോകുന്നത് എന്നാണെന്ന് നോക്കേണ്ടത്. ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് അവർ പഠിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ഡോക്ടർമാരാണ് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. ലവേഴ്സാണ്, ഐസ്ക്രീമും ചോക്ലേറ്റും കേക്കും ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. പക്ഷേ നമുക്കെന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് അടിക്കുന്ന കാര്യമാണ്. കാരണം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ സെയിം വർക്കൗട്ടാണ്. ഇത് ഭക്ഷണത്തിന് ചേഞ്ച് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഇന്ന് ബിരിയാണി കഴിക്കാം, നാളെ ചോറ് കഴിക്കാം, മറ്റന്നാൾ അത് കഴിക്കാം എന്ന് പറയുന്ന പോലെ ഇത് സെയിം ഷെഡ്യൂളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച 2 ദിവസം വെയിറ്റ് ട്രെയിനിങ്, ഒരു ദിവസം നടക്കാൻ പോവുക, കാർഡിയോ ചെയ്യുക, ഒരു ദിവസം സുംബ, അങ്ങനെ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ബോറടിക്കാത്ത രീതിയിൽ നിങ്ങൾ ഫിറ്റ്നസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫിറ്റ്നസ് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു ട്രിക്ക് പറഞ്ഞാൽ അത് അടുത്ത വീഡിയോ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ. പിന്നെ സ്വയമേ അപകർഷതാബോധമുള്ള ആൾക്കാരുണ്ടല്ലോ, ഞാൻ കറുത്തിട്ടാണ് തടിച്ചിട്ടാണല്ലോ, അങ്ങനത്തെ ഒത്തിരി അപകർഷതാബോധമുള്ള ആൾക്കാർക്ക് ഞാനൊരു ഫിലിം പറഞ്ഞുതരാം. നിങ്ങൾ അത് കണ്ടുവെക്കുക. ഐ ആം ലൂസിങ് വെയിറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നമുക്ക് മലയാളത്തിലും കാണാം. യൂട്യൂബിൽ ഈ ചാനലിൽ അവർ ഈ കഥ പറയുന്നുണ്ട്.